ദിവശരീരവുമറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുധരേ നിത്യവിരുന്നിൽ ചേർക്കണമേ. ജീവൻ മഹോന്നതമാം കൃപയുടെ നാട്ടിൽ ചേർക്കണം. പാപങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ. ഞങ്ങളുടെ പാപങ്ങൾ മാറ്റുകയും ചെയ്യുമാറാകട്ടെ. അഗ്നീയമായ ദുരിതത്തിന് സഹായിക്കുമാറാകട്ടെ. ജീവനെ മരണത്തിനും നാഥനും പിതാവുമത്തിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങൾ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശീനിയാകുന്നു. ാമത്തിനും പ്രസിദ്ധാത്മാവുമായ സർവേശ്വര. ഉന്നത നിരവനാം മിശിഹാനാഥ മൃതരെല്ലാരും വിധിയുടെ നാളിൽ വിജയപ്രവൃത്തിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം ിരമല്ലോ. രവികലമോഹം സുഗരമതരേ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. ാകുന്നതിന് ഞാൻ വിളിക്കുന്നു. പ്രാർത്ഥന ജപിക്കൊള്ളണമേ. പാപമോചനത്തിന്റെ പത്തിൽ നിന്നാകുന്നുവല്ലോ. സൽക്കർമ്മങ്ങൾ ചെയ്തിടുവിൻ, നന്മരണത്തിനൊരുങ്ങിടുവിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നിത്യപിതാവാം അഖിലേശ, നിത്യകുമാരൻ ഈശോയെ,
മനമണയുന്ന പാപ സമാധാനം നമ്മോട് കൂടെ കരുണകർത്താവേ കരുണ വിളിക്കുകയും സങ്കല്പത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാക്കിനും പരിശാന്തേതാശ്രയെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെ മനത്തിനെ നാഥനും പിതാമത്തിനും പരിശുദ്ധാത്മാവുമായി ദ്രവേശ്വര എന്റെ കർത്താവിനും പ്രവർത്തിക്കും മധുവിടാന്തി പെരുന്നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കന്നയോടെ എന്നെ നിർത്തണമേ നല്ല ഒരു തുലമ്പാകേ. ആകാശഭൂമി നിന്റെ ആകുന്നു ആകാശമേ ഭൂതലവും ദാവകമല്ലോ കർത്താവേ ജീവിക്കുന്നതിന് അഭയം നീ നൽകണമേ മൃദനായുസം. ആനന്ദിക്കും കർത്താവേ നീ സ്വനിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നീ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. പരിശുദ്ധാത്മാനുസ്തുതി ബാബാപുത്രൻ ലൂകായേ മൃദനാമിന്നിൽ കനിയേണം. ജീവൻ നാഗി മഹോനിതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. വിധിയുടെ നാളിൽ വിദ്യാപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. അന്ത്യമില്ലാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവയൊഴുകം മണവരെങ്കിൽ ചേർക്കണമീശോ.
മരിച്ചു കേൾപ്പിക്കുന്നവന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, അഗാധത്തിൽ നിന്നെ ഞാൻ വിളിക്കുന്നു. ഈ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. പാമ്പ് നിന്റെ പക്കൽ നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ പ്രത്യക്ഷനാവുകയും സുരാജിന്റെ വാതിൽ തുറക്കപ്പെടുകയും മനുഷ്യരക്ഷകരായ കടന്നു ഉയർക്കുകയും ദുഷ്ടനങ്ങി നീരുമാർന്ന് വേർതിരിക്കപ്പെടുന്ന ഭയാനകമോ ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിന് സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തെ നിങ്ങളുടെ സഹോദരി ക്ലാരയെ നീയെ സ്വീകരിക്കണമേ. നിറഞ്ഞൊരു സമൂഹത്തിന് കൃപയാണെങ്കിൽ നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പോലെ ഞങ്ങളുടെ തിരുക്കണമേ, ഞങ്ങളുടെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുത്, തിന്മയുടെ രക്ഷണമേ. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും വന്ന സമയത്തും തമ്പാനുള്ളത് ആദ്യരെ പോലെ എപ്പോഴും നയിക്കാം. ഭർത്താവ് അന്തോണിച്ചതിന് വേണ്ടിയും ഈ കുടുംബത്തിൽ നിന്ന് കുറച്ച് മുന്നേ മരിച്ചു പോയിട്ടുള്ള ജോണിയുടെ ഭാര്യ ലില്ലിക്ക് വേണ്ടിയും ഇവരുടെ മാതാപിതാക്കൾ അന്തപച്ചതിന് വേണ്ടിയും അമ്മായിക്ക് വേണ്ടിയും മരിച്ചു പോയിട്ടുള്ള എല്ലാ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ഒരു ഓഫീസും കൂടി ഞാൻ ചൊല്ലാൻ പോവുകയാണ്. നമുക്ക് ഈശോയുടെ സന്നിധിയിൽ പ്രത്യേകിച്ച് കരുണ വേഷത്തിൽ കരുണയ്ക്കായി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. നാമത്തിൽ പ്രാർത്ഥിക്കാൻ നിന്റെ വാക്കുകളുടെ പ്രതീക്ഷ നിന്റെ ആശ്രയിപ്പിക്കണമേ. ജീവനീപനത്തിലെ വിശുദ്ധാത്മാവുമായി നിർവേശ്വര നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ നിരുത്തമേ നല്ലവർക്ക് വലം ഭാഗ്യേ. ആകാശമേ ഭൂതലവും ദാഹമല്ലോ കർത്താവേ, ജീവിക്കുന്ന നഭയം നീ നൽകണമേ മൃദുരായുസ്സം.
പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഞാൻ അങ്ങയുടെ അഭയം തേടുന്നു, എന്നെ നിരാശനാക്കരുതേ. അങ്ങയുടെ അഭയവും സഹായവുമാകുന്നു, എന്നെ പരിപാലിക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളുകയും പ്രത്യുത്തരമരുളുകയും ചെയ്യണമേ. അങ്ങയുടെ ആശ്രയവും ബലവുമാകുന്നു, അങ്ങേ നാമത്തെ പ്രതി എന്നെ ആശ്വസിപ്പിക്കണമേ. അങ്ങേ തൃക്കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു.
ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ.
തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും മാനവ ജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം. വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം. സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ, സമ്പാദ്യമോഹത്തിൽ വീഴരുതേ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരേ. സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാൺമതുള്ളൂ. സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാൺമതുള്ളൂ. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ, സമ്പാദ്യമോഹത്തിൽ വീഴരുതേ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരേ. കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരേ.
കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, പ്രിയ നാട്ടുകാരെ, അവരുടെ നിന്ന് ക്ലാര ചേച്ചി സർവസമ്മാനത്തിനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നു. ഏതാനും മാസങ്ങൾക്ക് മുൻപ് തന്റെ ജീവിത പങ്കാളിയെ ശുശ്രൂഷിച്ചുകൊണ്ട് അനുഗമിച്ചുകൊണ്ട് ഇപ്പോൾ നിത്യതയിലേക്ക് അനുഗമിക്കുന്ന ക്ലാര ചേച്ചി നമുക്കെന്നും മാതൃകയിൽ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്നു. പ്രത്യേകമായി നമുക്ക് അന്തോണി ചേട്ടനെയും ഇന്നേ ദിവസം ക്ലാര ചേച്ചിയെ സ്നേഹത്തോടുകൂടെ ഓർക്കാം. ക്ലാര അമ്മ വഴി ഈ കുടുംബത്തിന്, ഈ ഭവനത്തിന്, ബന്ധുമിത്രാദികൾക്ക്, ഈ പ്രദേശത്തിന് മുൻപുള്ള എല്ലാ നന്മകൾക്കും ദൈവത്തിന് ഈ നിമിഷം നമുക്ക് നന്ദി പറയാം. കുറവുകളോ പോരായ്മകളോ ഒക്കെ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റിക്കൊണ്ട് അന്തോണി ചേട്ടനോടൊപ്പം ക്ലാര ചേച്ചിയെയും സ്വീകരിച്ചുകൊണ്ട് ദൈവത്തോടൊപ്പം ഇരുത്തുവാൻ സ്വർഗത്തിൽ അവർക്ക് ഇടം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇടവകയുടെ പേരിലും ചുറ്റുപാട് കുടുംബ കൂട്ടായ്മയുടെ പേരിലും എല്ലാ മക്കൾക്കും ബന്ധുമിത്രാദികൾക്കും ഏറ്റവും സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ അനുശോചനം അറിയിക്കുന്നു. നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ ഭക്തിയോടെ ഈ സംസ്കാര ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേരാൻ ക്ലാര ചേച്ചിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. അനുദപിക്കുന്ന പ്രാണികളുടെയും സങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പണിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ പ്രീതത്തിന്റെയും ഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നതിനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവിടുത്തെ അനുഗ്രഹം ഉണ്ടായിരിക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നതിനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആകത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവ്, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കർത്താവിനും സ്തുത്യർഹമാകുന്നു. സൃഷ്ടിച്ചവനാം ദൈവം
റബ്ബാനയുടെ കർത്താവ് വിശ്വാസികളാകുന്നു. പുനരുത്ഥാനം വരുമല്ലോ അരുചേരിലെ തിരുനാഥൻ ദൃഢമായ വിശ്വാസം നിക്ഷേപിക്കും മനുഷ്യനു ഞാൻ അന്തിമ ദിവസമുയർപ്പേകും. വാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നീടും മധ്യത പുലരുന്നു ക്ഷയമുള്ളോനക്ഷയനാകും മധ്യതയേവം സകലേശൻ നികരാം നൂതനമാക്കുന്നു. ചിറകുടർന്നവരെ സ്വീകരിക്കുന്നു അമ്പരവീതിയിൽ അഖിലേശൻ മിശിഹാനാഥനെഴുന്നള്ളും പരിശുദ്ധന്മാരണിയണിയായി എതിരേൽപ്പിന്നു നിരന്നീടും ആനന്ദത്തിൻ മണിയറയിൽ ചിരമായി വാണിടുമവരെല്ലാം. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളാൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും കർത്താവിന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയമെടുത്തിരിക്കുന്നു. അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇത് വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അവൻ അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടി നിന്ന് കർത്താവേ, ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിന് നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാഗുൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവത്താനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രതിയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സോദരനേ
കണ്ണുകൾ താങ്ങുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നമ്മെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മളൊരു അടുത്ത ഗാനത്തോടുകൂടെ നമ്മൾ വിലാപയാത്ര ആരംഭിക്കുകയാണ്. പള്ളിയിലേക്കുള്ളവർ യാത്ര ചന്ദ്രനെ കാണാൻ നിൻ കൺമറന്നുവോ? ഒരു തൂവൽ ചില്ല കൊണ്ട് ഞാൻ എഴുതി നിൻ ഭാഗ്യജാതകം. ഒരു വാക്കിൻ പൂർണ്ണ ചന്ദ്രനെ കാണാൻ നിൻ കൺമറന്നുവോ? ഒരു മനസ്സിലെ മർമ്മരം തരാം തിരികെ നീ പോരുമോ? ഒരു മനസ്സിലെ
കരയല്ലേ, ആത്മനാ കൂടെ ഞാനുണ്ടല്ലോ. എന്നെയോർത്തിനി കരയല്ലേ, ആത്മനാ കൂടെ ഞാനുണ്ടല്ലോ. ഭൂവിൽ നിങ്ങൾ ആനന്ദിക്കാൻ ദ്യോവിൽ ഞാൻ പ്രാർത്ഥിച്ചിടുന്നു. ഭൂവിൽ നിങ്ങൾ ആനന്ദിക്കാൻ ദ്യോവിൽ ഞാൻ പ്രാർത്ഥിച്ചിടുന്നു. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. പൈതലമ്മതന്മാരിലായി ചേർന്നുറങ്ങുന്ന ശാന്തത, പൈതലമ്മതന്മാരിലായി ചേർന്നുറങ്ങുന്ന ശാന്തത, എന്റെ ആത്മാവിനേകുവാൻ ദൂതനുണ്ടെന്റെ ചാരത്ത്. എന്റെ ആത്മാവിനേകുവാൻ ദൂതനുണ്ടെന്റെ ചാരത്ത്. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. മിശിഹാകർത്താവിൻ ദാസീവിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്വിതിയോടെ സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്വിതിയോടെ മനചരിതകളാം സാറായി വിശ്വ മർത്തയുടും കൂടെ കടശീലുത്ഥാനം നിതരാം കനിവാർന്നരുളട്ടെ കർത്താവഖിലേശൻ. കർത്താവിൻ ദാസീവിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്വിതിയോടെ നിങ്ങൾ
കഥനം തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുന്നു. പുനരുത്ഥാനം വരുമല്ലോ, മരണമുറക്കം ദാസീവിധിനാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദല മറിയമണിഞ്ഞൊരുവൻ മഹിമദ്വിതിയോടെ ജീവിതായുമായ ശബ്ദത്താൽ ആസരണയ്ക്ക് ചേർത്താവേ. ആ ശബ്ദം മഹനീയമായ നിരീക്ഷയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായി ചേർത്താവേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും സകലത്തിന്റെയും നാഥനുമായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനും നൽകി സ്വർഗരാജ്യമാകുന്ന വർഷത്തേക്ക് ദൈവത്തെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ മിശിഹായുടെ മൗലിക ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ദൈവത്തെ ബഹുമാനിക്കുകയും ചെയ്ത നമ്മെ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നമ്മെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി കിട്ടിയെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ ഇന്ത്യനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമോരിഞ്ഞ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ. മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ.
സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി പിറ്റേന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി? ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി പിറ്റേന്നൊപ്പമുണർന്നിടാൻ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി പിറ്റേന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി? ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി പിറ്റേന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമൂരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ. മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി, കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി പിറ്റേന്നൊപ്പമുണർന്നിടാൻ.
സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാം. പറയുകയാണോ ചിരിയുടെ വെൺപ്രാവുകൾ? ഇരുളടയുകയാണോ വീണയുടെ കൂടുകൾ? വിധിനെരിവേനലിൽ വിരഹമരുഭൂമിയിൽ ഓർമ്മകളുമായി തനിയെ അലയേ. വിട പറയുകയാണോ ചിരിയുടെ വെൺതാവുകൾ? ഇരുളടയുകയാണോ വീണയുടെ കൂടുകൾ? വിധിയിലെരിവേനലിൽ വിരഹം മരുഭൂമിയിൽ ഓർമ്മകളുമായി തനിയെ അലയേ. കാറ്റിറമ്പിനാൽ മരത്തിൽ ചേക്കൊഴിഞ്ഞ കൂടിനുള്ളിൽ വീണുടഞ്ഞ മോഹം കൂട്ടിവച്ചതാരോ? മോഹമുള്ളുകൊണ്ടു നെഞ്ചിൽ ഏറ്റമുറിപ്പാടിനുള്ളിൽ നൊമ്പരങ്ങൾ മാത്രം നീക്കിവച്ചതാരോ? അമ്മ മനം തേങ്ങും തുടർക്കഥയോ? കൺമണിയെ തേടും കടങ്കഥയോ? ആറ്റിറമ്പിലാൽ മരത്തിൽ ചേക്കൊഴിഞ്ഞ കൂടിനുള്ളിൽ വീണുടഞ്ഞ മോഹം കൂട്ടിവച്ചതാരോ? ചുള്ളിക്കമ്പ് ചേർത്തൊരുക്കി വെള്ളി സ്വപ്നം ചായം മുക്കി സ്വർണ്ണക്കിളി പുന്നാരം വിളയാടുമ്പോൾ കാലമെന്ന വേട്ടക്കാരൻ കാഞ്ചനത്തിൻ കൂടിണക്കി കൂട്ടിലിട്ടു കൊണ്ടേ പോയി
അകലേക്കെങ്ങോ സ്വർണ്ണപ്പക്ഷിത്തൂവൽ ഒഴിഞ്ഞൊഴിഞ്ഞും സ്വപ്നത്തിന്റെ തേരിൽ സ്വയം മറന്നും പുകമറയാ നിഴലായി അവൾ കണ്ണീരുണ്ണും ആറ്റിറമ്പിലാൽ മരത്തിൽ ചേക്കൊഴിഞ്ഞ കൂടിനുള്ളിൽ വീണുടഞ്ഞ മോഹം കൂട്ടിവച്ചതായി സ്വന്തമെന്ന സാന്ത്വനത്തിൽ സ്വപ്നങ്ങൾക്ക് കാവൽ നിൽക്കാൻ ഞാലിത്തത്ത പെണ്ണാളും മകളായി വന്നു. കണ്ണുനീരിൽ കായ്ച്ചു നിൽക്കും കൂരിരുളിൻ മുൾമരത്തിൽ കൂടൊരുക്കി താരാട്ടാൻ കുയിലായി നിന്നു. അമ്മയേറ്റ നോവിൻ പാടുകളിൽ ഉമ്മ വെച്ച രാവിൻ കൂടുകളിൽ കിളിമകളായി തുണയായി ഇവൾ പുണ്യം തേടുമ്പോൾ ആറ്റിറമ്പിലാൽ മരത്തിൽ ചേക്കൊഴിഞ്ഞ കൂടിനുള്ളിൽ വീണുടഞ്ഞ മോഹം കൂട്ടിവച്ചതാരോ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. മാനവജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും. മാനവജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും. വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം. വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം. La la
ും